ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല ഭംഗിയുള്ള റെയിൽ ലില്ലി പ്ലാന്റാണ്. ഇത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. മഴ ഇത്തിരി ഒന്ന് കിട്ടിയാൽ മതി, ഇതെല്ലാം ഫ്ലവറാവും. നല്ല ഭംഗിയില്ലേ? ഇതിൻ്റെ കുറേ കളറുണ്ട്, എല്ലാം ഇപ്പോൾ ഫ്ലവർ ആയിട്ടില്ല. ഇത് ഇതിൻ്റെ ഡബിൾ പെറ്റൽസായിട്ട് വരണതുകൊണ്ട് വൈറ്റ്, ഇതിൻ്റെ യെല്ലോ കളറിലുണ്ട്. ഒരുപാട് ഷെയ്ഡ് മാറി വരണം. കുറേ കളറുണ്ട്, എല്ലാം ഫ്ലവർ ആയിട്ടില്ല. കുറേതിലൊക്കെ കുഞ്ഞു മുട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇത് ഒരു റെഡ് കണക്കുള്ളതാണ്. ഇതൊക്കെ നാളെ വിരിയും. അപ്പോൾ ഇതിൻ്റെ കെയറിങ് ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന രീതിയൊക്കെ ആയിട്ടാണ് വീഡിയോ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവർക്കത് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. പുതിയ നമ്മളെ സബ്സ്ക്രൈബർ അടുത്താണ് വീണ്ടും പറയണത്, സപ്പോർട്ട് ചെയ്യണം. ഈ പ്ലാന്റ് നല്ല ഭംഗി. ഇത് ഫ്ലവർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ചെടിക്ക് ഇത്തിരി വെയിൽ വേണം. ഓവറായിട്ട് എപ്പോഴും വെയിൽ വേണ്ട, ഒരു ഉച്ചവരെയൊക്കെ ഉള്ള വെയിലായാലും ഇതിന് വേണം. വെയിൽ കിട്ടുന്നതനുസരിച്ചാണ് ഇതിന് ഫ്ലവർ വരണത്. ഇതിന് തൈകളും നിറയെ പൊട്ടി ചവിട്ടിന്ന് നിറയെ വരണത്. അതാണ് ഇതിൻ്റെ ചുവട്. ഒരു ചെറിയ നമ്മളെന്താ വെളുത്തുള്ളി കണക്കുള്ളതൊക്കെ ഒരു കിഴങ്ങ് കണക്കായിട്ടാണ് ഇതിരിക്കുന്നത്. ഇത് കുറേ കിഴങ്ങായിട്ടാണ്. ഇത് നമുക്ക് കുറേ തൈയായിട്ട് ഇരുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് മഴയുള്ളപ്പോഴാണ്, ഓവർ മഴയല്ലേ, ചെറിയ മഴ ഇടയ്ക്കിടയ്ക്ക് വീണ സമയത്തൊക്കെ ഇതിലെല്ലാത്തിനും ഫ്ലവർ വരും. ഇതൊരു പിങ്കായിരുന്നു, ഇതെല്ലാം പോയി. നല്ല വലിയ ഇതളുകളാണ്, ഹൈബ്രിഡാണിത്. നമുക്ക് നാടൻ, എല്ലാവർക്കും അറിയാം നാടൻ വയലറ്റ്. അതല്ല, അതിൻ്റെ ചെറിയ ഇതളായിരിക്കും. ഇതിൻ്റെ ഇതളുകൾക്ക് നല്ല വലിപ്പമാണ്, നല്ല ഭംഗിയാണ്. ഇത് ഇന്ന് വിരിഞ്ഞ ഫ്ലവറാണ്. നാളെ ആകുമ്പോൾ വേറെ ഷെയ്ഡിലോട്ട് മാറും. ഇത് പിന്നെ നമുക്ക് വലിയ ചട്ടിയിലോട്ടൊക്കെ മാറ്റി കൊടുക്കുമ്പം പെട്ടെന്ന് ഇതിൽ നിന്ന് തൈകൾ നിറയെ പെട്ടെന്ന് വരും. ഇതെല്ലാം ചെറുതിലാണ് ഇരിക്കുന്നത്. ഞാൻ മാറ്റി വെച്ചതാണ്. ചെറുതിലോട്ട് തൈകൾ വരുന്നതനുസരിച്ച് എടുത്ത് മാറ്റി വയ്ക്കുന്നതാണ്. ഇതിൽ നമുക്ക് വളമായിട്ട് കൊടുക്കേണ്ടത് NPK നമുക്ക് കൊടുക്കാം. NPK എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, NPK ഏതാണ്, കുറേ ഐറ്റം ഉണ്ടല്ലോ, ഏതാണ്? അപ്പോൾ 19 ആ NPK അതാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള. അത് സ്പ്രേ ചെയ്യണത്, വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നത്. അതാണ് ഈ തണ്ടുകളിലും ലീഫിലും ചുവട്ടിലും ഒഴിച്ചും കൊടുക്കാം. നമുക്ക് സ്പ്രേയും ചെയ്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് DAP വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടില്ല. DAP ഇട്ടാൽ ഇവിടെ നല്ല ഫ്ലവർ നന്നായിട്ട് വരികയും ചെയ്യും. കൂടുതൽ ഇതിന് ചാണകപ്പൊടിയാണ് നല്ലത്. ഇത് നടണ സമയത്ത്, പോട്ട് ചെയ്യണ സമയത്ത് മണലാണേ കൂടുതൽ, കട്ട കെട്ടാത്ത മണ്ണ് വേണം ഇതിനെടുക്കാൻ, പോട്ട് മിക്സായിട്ട് എടുക്കാൻ. അല്പം ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അല്പം ചാണകപ്പൊടി, കമ്പോസ്റ്റ് നമ്മളെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഈ ചെടിക്ക് ഇട്ട് കൊടുക്കാം, നല്ലതാണ്. ഇട്ടിട്ട് നമുക്ക് പോട്ട് ചെയ്ത് വയ്ക്കണ സമയത്ത് വെയിലുള്ള ഭാഗത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കണം. ഇടയ്ക്ക് വല്ലപ്പോഴും, എപ്പോഴും ഇതിൻ്റെ ഒരു ശല്യമൊക്കെ അടുപാടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാഫൊന്ന് കലക്കി നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം. 2-3 ദിവസമൊക്കെ ഈ ഫ്ലവർ നിൽക്കുകയുള്ളൂ. പെട്ടെന്ന് വാടിപ്പോയാലും അതിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൂമുട്ടുകളിങ്ങനെ വന്ന് അത് വിരിയും. ഇങ്ങനെ നല്ല നീളത്തിനാണ് ഈ തണ്ടിങ്ങനെ പറഞ്ഞത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഓക്കേ.